ഭാഗത്തുനിന്നുമുണ്ട്. ഇപ്പോൾ മേപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമുക്കൊപ്പം ചേരുകയാണ്, ശ്രീ അരുൺ ദേവ്. ശ്രീ അരുൺ ദേവ്, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? അവിടെ നിന്ന് കുറേയധികം പേരെ, കുടുങ്ങിക്കിടക്കുന്നവരെ ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരുന്നു. രാത്രിയും തുടരാനാണോ നീക്കം? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? നമസ്കാരം. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് ഇപ്പോഴും മേപ്പാടിയിൽ തുടരുന്നത്. രാവിലെ തുടങ്ങിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഒരു വിശ്രമമില്ലാത്ത രീതിയിൽ തുടരുകയാണ്. ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് 18 പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലെ മുതൽ തന്നെ മേപ്പാടിയിൽ നിന്നും രക്ഷാപ്രവർത്തകരല്ലാതെ ഒരാളെ പോലും നമ്മൾ ആ ഭാഗത്തേക്ക് കടത്തിവിട്ടിട്ടില്ല. വളരെ കൃത്യമായി തന്നെ ഈ മേപ്പാടിയിലെ വ്യാപാരി സുഹൃത്തുക്കളും നമ്മുടെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പോലീസും എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം കൈകോർത്തുകൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്ത രക്ഷാപ്രവർത്തനമാണ് മേപ്പാടിയിൽ നടക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് മേപ്പാടി ഹോസ്പിറ്റലിലാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് മരണപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്നത്. വയനാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിലും മരണപ്പെട്ട ആളുകളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു. നമ്മൾ ഈ കൊണ്ടുവരുന്ന ബോഡികൾ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ചെളിയിൽ പുരണ്ട അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു റൂമിൽ കയറ്റി ബോഡി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അതിനുശേഷം ഈ ബന്ധുക്കൾക്ക് ബോഡി തിരിച്ചറിയാൻ ഉള്ള ഒരു സ്ഥലം ഒരുക്കുകയും ടാർപോളിൻ കെട്ടി ടേബിള് വെച്ച് അങ്ങനെ ഒരു സ്ഥലം ഒരുക്കുകയും അവിടെ വന്ന ആളുകള് ബോഡി തിരിച്ചറിയുന്ന മുറയ്ക്ക് നമ്മൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് 11 മണി മുതൽ തുടങ്ങിയിട്ടുള്ള പോസ്റ്റ്മോർട്ടമാണ്. ഇപ്പോഴും നമ്മൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഒരു വിശ്രമമില്ലാത്ത രീതിയിൽ ആരോഗ്യ മേഖലയിലെ DMOയും DPM അടക്കമുള്ള ആളുകൾ രാവിലെ 6-6:30 മുതൽ ഈ ഹോസ്പിറ്റലിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ്. മുഴുവനായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ, ഇതിനു വേണ്ടിയിട്ടുള്ള മുഴുവനായിട്ടുള്ള പോലീസ് ഫോഴ്സും എല്ലാം ഇവിടെ വന്ന് കൃത്യമായ രീതിയിൽ ഇവിടെ രക്ഷാപ്രവർത്തനം അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബോഡി മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റി അവിടെ ഫ്രീസറിൽ ബോഡികൾ സൂക്ഷിക്കുന്നുണ്ട്. ആളുകൾ വന്ന്, ബന്ധുക്കൾ വന്ന് മനസ്സിലാക്കി ഒപ്പിട്ട് തരുന്ന മുറയ്ക്ക് നമ്മൾ ബോഡികൾ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ നമ്മൾ അവരുടെ മറ്റ് ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച സാഹചര്യം ഇവിടെ ഉണ്ട്. നമുക്ക് ഇപ്പോഴും ബോഡികൾ ആംബുലൻസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പല ആളുകൾക്കും മുഴുവനായി ശരീരഭാഗങ്ങൾ ഇല്ലാതെ കടന്നു വരുന്ന ഒരു പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ഏകദേശം 68ഓളം ബോഡികൾ ഇപ്പോ മേപ്പാടി ഹോസ്പിറ്റലിൽ ഇപ്പോ നിലവിലുണ്ട്. ഇനിയും ബോഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം മേപ്പാടിയിൽ ഇപ്പൊ നിലവിലുണ്ട്. തീർച്ചയായും ശ്രീ അരുൺ ദേവ്, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ കേരളം ഇന്ന് കണ്ട ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അവിടെ. മൃതദേഹങ്ങൾക്കിടയിൽ ഉറ്റവരെയും ഉടയവരെയും തേടി എത്തുന്ന മനുഷ്യരുടെ കാഴ്ച അത് കണ്ണ് നനയ്ക്കുന്നതായിരുന്നു. ഇനിയിപ്പോൾ എത്ര മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനായി ഉണ്ട്? അങ്ങനെ തിരിച്ചറിയാത്ത എത്ര മൃതദേഹങ്ങളാണ് അവിടെ സൂക്ഷിക്കുന്നത്? മേഡം, ഒരു പ്രദേശം പൂർണ്ണമായി ഒലിച്ചു പോയിരിക്കുകയാണ്. ഞാനിവിടെ ചെറിയ പരിക്കൊക്കെ പറ്റി വന്ന ആളുകളുമായി സംസാരിച്ചപ്പോ 1 മണിയോടുകൂടി ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അത് കേട്ട് കുറച്ച് ഉയർന്ന പ്രദേശത്തേക്ക് മറ്റു വീടുകളിലേക്ക് മാറി നിന്ന ആളുകൾ രണ്ടാമത്തെ ഉരുൾപൊട്ടലോടുകൂടി ഈ ഉരുൾപൊട്ടലിൽ പെടുകയും അങ്ങനെ ഉറ്റവരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഞാൻ നമ്മുടെ കോള് സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് ബാലുശ്ശേരിയിൽ നിന്നും നന്മണ്ടയിൽ നിന്നും ഈ മേപ്പാടി മുണ്ടക്കൈയിലേക്ക് കല്യാണം കഴിച്ചു വന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ബോഡി മാത്രമാണ് നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത്. ആ വീട്ടിലെ മറ്റാരുടെയും ബോഡി ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ കുട്ടിയുടെ ബോഡി ഇപ്പൊ നമ്മൾ ആംബുലൻസിൽ കോഴിക്കോട് ബാലുശ്ശേരിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണുള്ളത്. ഈ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം. എവിടെ നിന്നോ ആളുകൾ ഒഴുകിയെത്തി ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ വളരെ മാതൃകാപരമായി ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ പെട്ടെന്നാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും ആ ശ്രമങ്ങൾ നമുക്ക് കാണാം. അവിടെ എത്ര വേഗത്തിലാണ് ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇരുട്ടിലും ഒക്കെ രക്ഷാദൗത്യങ്ങൾ നടക്കുന്നതെന്ന്. ശ്രീ അരുൺ ദേവ്, ഈ കാണാതായ എത്ര പേരെ കാണാനുണ്ട്? അവിടെ താങ്കളുമായി ബന്ധപ്പെട്ട അവിടേക്കാണല്ലോ കൂടുതലും ആളുകൾ തെരച്ചിലുമായി എത്തുന്നത്. അപ്പോൾ എത്ര പേരെ ഇനി കാണാനുണ്ട്? പരാതി ലഭിച്ച എത്ര കേസുകളുണ്ട്? ആ ചോദ്യം വളരെ പ്രയാസത്തിലാക്കുന്ന ഒരു ചോദ്യമാണ് മാഡം. കാരണം 200-ലധികം കുടുംബങ്ങൾ താമസിച്ച ഒരു പ്രദേശം ഇപ്പോ
യാതൊരു രീതിയിലും തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലായി മാറിയിരിക്കുകയാണ്. 8 ആളുകളുള്ള കുടുംബത്തിൽ നിന്നും ഒരാളെയൊക്കെയാണ് നമുക്ക് ഇപ്പോ തിരഞ്ഞാൽ കിട്ടുന്ന സാഹചര്യം ഉള്ളത്. ബാക്കിയുള്ള ആളുകൾ, എത്ര ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടു, എത്ര ആളുകൾ ഇനി കിട്ടാതിരിക്കും എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്താണെങ്കിലും 1-2 ദിവസം കൊണ്ട് നമുക്ക് മുഴുവൻ ആളുകളെയും കണ്ടെത്താൻ പറ്റുന്ന സാഹചര്യം ഇന്ന് ഇവിടെ നിലവിലില്ല മാഡം. നിങ്ങൾ അങ്ങനെ അതിന്റെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാണാതായവർ എത്ര, ഇതുവരെ അങ്ങനെ കാണാതായി എന്ന് ലഭിക്കുന്ന പരാതികൾ അത് സംബന്ധിച്ച്? ഡിപ്പാർട്ട്മെന്റുകൾ കൃത്യമായി ഇതിന്റെ ഒരു ക്രോഡീകരണം നടക്കുന്നുണ്ട്. നമ്മളിപ്പോ അവിടുന്ന് കിട്ടുന്ന ആളുകളെ വളരെ പെട്ടെന്ന് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുകയാണ്. അവരെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. അതിനിടയിൽ കൃത്യമായ ഡാറ്റ എല്ലാ കാര്യങ്ങളിലും വെക്കുന്നുണ്ട്. ഇന്ന് രാത്രി വരെ, ഇന്ന് 11 മണി വരെയെങ്കിലും പോസ്റ്റ്മോർട്ടം തുടരും എന്നുള്ളതാണ് ഡോക്ടേഴ്സ്, DMOയും DPM അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് മന്ത്രിമാര് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. നമ്മുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റൽ അടക്കം വന്നു. പ്രതിപക്ഷ നേതാവ് വന്നു. തമിഴ്നാട്ടിൽ നിന്നും അടക്കമുള്ള MLA-മാര് വന്നു. പല രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വന്നു. എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ജീവനോടെ ഒരാളെയെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയട്ടെ എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. ശ്രീ അരുൺദേവ്, ഇവിടെ നേരത്തെയൊക്കെ ചില ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ വൈകുന്നു എന്നൊക്കെ ചെറിയ പരാതികൾ, നമ്മൾ ഈ വലിയ ദുരന്തമുഖത്ത് അതൊരു വലിയ കാര്യമല്ല എന്ന് തോന്നും എങ്കിൽ പോലും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ മാനസിക നില, അവരുടെ പ്രശ്നങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ അങ്ങനെ ചില പരാതികൾ നമുക്കത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല മാഡം. നമ്മളിവിടെ ഈ ഒരു അപകടം അറിഞ്ഞ ആ നിമിഷം മുതൽ ആരോഗ്യ വകുപ്പാണെങ്കിലും പോലീസ് ആണെങ്കിലും ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പരിശ്രമം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ അങ്ങനെ ഒരു ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെളിയിൽ പുരണ്ട അവസ്ഥയിലാണ് ബോഡികൾ കിട്ടുന്നത്. ആ ബോഡികൾ കഴുകി വൃത്തിയാക്കി നമ്മളൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് അവിടെ വെച്ചതിന് ശേഷമാണ് ആളുകൾക്ക് ഈ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ചിട്ട് വേണം നമ്മൾ പോസ്റ്റ്മോർട്ടം എന്ന ഒരു പ്രക്രിയയിലേക്ക് കടക്കാൻ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സമയം നമുക്ക് ആയിട്ടുണ്ട്. പിന്നെ മറ്റു പല ഭാഗത്തുനിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്നടക്കമുള്ള ഡോക്ടേഴ്സ് എത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പകുതിയിലധികം ആളുകളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തില് ഉള്ളൊരു പ്രയാസം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ 6 മണി മുതൽ ഈ ഹോസ്പിറ്റലുണ്ട്. ഇപ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ആരും ഒരു തുള്ളി വെള്ളം കുടിക്കാതെയാണ് ഈ ഹോസ്പിറ്റലിലെ ആരോഗ്യ പ്രവർത്തകരും ഇവിടെ നിൽക്കുന്ന പോലീസ് അടക്കമുള്ള ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഈ ഒരു നിമിഷം വരെ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധാരണാജനകമാണെന്നുള്ളത് അറിയിക്കും. ശ്രീ അരുൺദേവ്, ഇപ്പോൾ നമ്മൾ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്ന താൽക്കാലിക പാലം നിർമ്മിച്ച് അതിലേക്കൂടെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് രക്ഷാപ്രവർത്തകർ ഈ മുണ്ടക്കൈയിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ കുറച്ചു പേർ എത്തിയിട്ട് അവർ പറയുന്നത് ഏതാണ്ട് 20ഓളം മൃതദേഹം അവർ അവിടെ കണ്ടെടുത്തിട്ടുണ്ട് എന്നതാണ്. അത് ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവരുന്ന മൃതദേഹവും ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും എല്ലാം വന്ന് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ മേപ്പാടിയിലും കൽപ്പറ്റയിലും വൈത്തിരി ഹോസ്പിറ്റലുമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയും ആധികാരികമായിട്ട് ആ കാര്യങ്ങളിൽ സംസാരിക്കാം. അല്ല, ഈ മേപ്പാടി ഹെൽത്ത് സെന്ററിന് പുറമേയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടോ? അതിന് ഒരുക്കിയിട്ടുണ്ട്. പൂർണ്ണ സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് ആരോഗ്യവകുപ്പും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന ഓരോ ബോഡിയും നമ്മൾ ഒരു രീതിയിലും നേരം വൈകാതെ ആ ബോഡിക്ക് വേണ്ട എല്ലാ പരിഗണനയും നമ്മൾ നൽകുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ അരുൺദേവ് ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും അവിടെ കാണാതായവരെ തേടിയെത്തുന്നവരുടെ എണ്ണം നിലയ്ക്കുന്നില്ല എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. കൃത്യമായ കണക്കുകളുണ്ട്, പക്ഷേ അദ്ദേഹം ആ കണക്കുകൾ പറയാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്ന കാര്യം ഓർക്കണം. അത്രമാത്രം ആളുകൾ ഉറ്റവരെയും ഉടയവരെയും തേടിയെത്തുന്നു. ഒരു കുടുംബം ഒന്നാകെയൊക്കെ അപകടത്തിൽ പെട്ടുപോയ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്നത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു കുടുംബത്തെ ഒന്നാകെ കൊണ്ടുപോയി അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അപ്പോൾ നമ്മൾ ഭീതിപ്പെടുന്ന ഒരു കണക്കിലേക്ക് ഒരുപക്ഷെ ഈ ദുരന്തം എത്തുമോ എന്ന സംശയം തന്നെ അത് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ആ ദുരന്ത മേഖലയിൽ പോയി തിരിച്ചു വന്നവരുടെ വാക്കുകൾ അങ്ങനെയുള്ള സൂചനകൾ നൽകുന്നുണ്ട്.
കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ നിലയിൽ അത് അത്രമാത്രം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളും വാർത്തകളും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യം രാത്രിയും പുരോഗമിക്കുന്നു. ആ ദുരന്തമുഖത്ത് നിന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിപ്പെടാനായി ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവരെ താൽക്കാലിക പാലത്തിലൂടെ കടത്തിവിട്ട് കരയിലെത്തിച്ച് ആദ്യം ഹോസ്പിറ്റലിലേക്കും അവർക്ക് പ്രാഥമിക ചികിത്സയും മറ്റും നൽകിയതിനു ശേഷം സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കും മാറ്റുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യം അവിടെ. ഒപ്പം പരിക്കേറ്റവർ, ഏറ്റവും അവശരായവർ, അവരെ സേനാ വിഭാഗങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ സ്ട്രെച്ചറിൽ റോപ്പിൽ കരയിലെത്തിക്കുന്ന നടപടികളും അവിടെ പുരോഗമിക്കുകയാണ്. നാളെ നേരം പുലർന്നു കഴിഞ്ഞാൽ കൂടുതൽ ഊർജിതമായി രക്ഷാദൗത്യങ്ങൾ ഉണ്ടാകും. ആ മേഖലയിലെ മുണ്ടക്കയിലെ യഥാർത്ഥ ചിത്രം എന്ത് എന്നത് ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണ് തീരുമാനം. മന്ത്രിമാരുടെ നീണ്ട നിര അവിടെയുണ്ട്. അവർ അവിടെ ആ രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. ആ രക്ഷാദൗത്യങ്ങൾ ഏകോപിപ്പിച്ച് എത്രയും വേഗം അത് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അക്ഷീണമായ അവിശ്രമം അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ ദുരന്തം അത് ആ നാടിനെ ആകെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ തന്നെ തീരാ നോവായി മാറുന്നു അവിടുത്തെ കാഴ്ചകൾ. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അതിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ദുരന്തമുഖത്ത് നിന്ന് എങ്ങനെയെങ്കിലും സുരക്ഷിതമായ ഇടങ്ങൾ തേടി ഒഴുകിയെത്തുന്നവരെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ദുരന്തം കേരളം ഫേസ് ചെയ്യുകയാണ്. അവിടെ രക്ഷാദൗത്യം രാത്രി വൈകിയും പുരോഗമിക്കുന്നു. കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 150-ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി സൈന്യം പറയുന്നു. വെള്ളരിമല, മുപ്പിടി, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നിവിടങ്ങളിലാണ് രക്ഷാപ്രവർത്തനം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അവിടെ നിന്ന് 150